ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു ട്രാവൽ വ്ലോഗായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നാൽ നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ ഇഞ്ചത്തൊട്ടി എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ. അതായത് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നേര്യമംഗലത്തിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നേര്യമംഗലത്തു നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററാണ് ഇഞ്ചത്തൊട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് ഇഞ്ചത്തൊട്ടി പോകാം. ഇഞ്ചത്തൊട്ടി ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അവിടെ ഒരു അടിപൊളി ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നേര്യമംഗലത്തു നിന്ന് നമ്മുടെ മൂന്നാറൊക്കെ പോകുന്ന വഴിയാണ്. അതായത് നമ്മുടെ നേര്യമംഗലം പാലം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയായിട്ട് നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, ഇഞ്ചത്തൊട്ടി മഹാദേവർ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്ന വഴിയാണ് നമ്മൾ ഇഞ്ചത്തൊട്ടിയിലേക്ക് പോകുന്ന വഴി കേട്ടോ. സൺഡേ ആണ്, അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന പോകുന്നൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിത് നമ്മുടെ ഇഞ്ചത്തൊട്ടി പോകുന്ന വഴിയാണ്. അത്യാവശ്യം നല്ല ഒരു ആംബിയൻസ് ഉള്ളൊരു വഴിയാണ് കേട്ടോ. നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റോഡ് ചെറിയ റോഡാണ് അല്ലേ, വീതി പറഞ്ഞ റോഡാണ്. പക്ഷേ അടിപൊളി കാഴ്ചകളാണ് പോകുന്ന വഴി കേട്ടോ. എടാ ഇതിവിടെ ഒരു തോടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിർത്തിയാലോ, സൈഡിൽ നിർത്തിക്കണം. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടു കേട്ടോ. ഒരു വെള്ളം ഒഴി പോകുന്ന ഒരു തോട്, കിടിലൻ സ്ഥലമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. പക്ഷേ ഇവിടെ ഇറങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ നോക്കണം. ഇറങ്ങാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങണം. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഒരു തോട് ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിലെ ചെറിയൊരു വഴിയുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. അട്ട ഉണ്ടാകുക എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അട്ട ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. യെസ്, അങ്ങനെ നമ്മൾ ഒരു തരത്തിൽ ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൽ ഇറങ്ങി വരാം കേട്ടോ. ആ കാണുന്ന ഒരു പാലം കണ്ടോ, ആ പാലത്തിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട്, അതിൽ നമുക്ക് ഇറങ്ങി വരാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ പാറയിൽ കൂടെ നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കുക, സ്ലിപ്പാകുന്നുണ്ട്. കാരണം മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് പായലുണ്ട്. അപ്പോൾ തന്നെ വീഴാതെ നോക്കുക കേട്ടോ. ചുറ്റും കാടാണ്, ചുറ്റും മരങ്ങൾ ഇങ്ങനെ അടഞ്ഞ് ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതുണ്ടോ, എന്തായാലും കൊള്ളാം. എടാ എങ്ങനെയുണ്ട്? നൈസല്ലേ? പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കാഴ്ചകളാണ്. അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല. ലോകലേ പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ കണ്ടേ ആ ഒരു തോട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടക്കൂടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ കുറച്ച് റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. 600 മീറ്ററുള്ളൂ. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ദൂരം വന്നതിന് ശേഷം നമ്മളൊരു വീടൊക്കെ കണ്ടിരിക്കുകയാണ്. ഒരു ചേച്ചി ഉണ്ട്. ഇനി അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഇഞ്ചത്തൊട്ടി എത്താറായി. അപ്പോൾ ഇവിടെ വേറൊരു അടിപൊളി സ്ഥലം കൂടെ കണ്ടു കേട്ടോ. ഒരു തോടാണ്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, കുറേ പാറക്കൂട്ടങ്ങളും ഇതൊക്കെ പാറയുടെ ആ ഒരു ഷേപ്പ്. രണ്ട് സൈഡിലും പാറയും അതുപോലെ ചുറ്റും കാടുമാണ് കേട്ടോ. അപ്പുറത്ത് ഇല്ലിക്കാടൊക്കെയാണ് കേട്ടോ. ഇപ്പുറത്തും കാടാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. കൊള്ളാം. അപ്പോൾ ഇത് നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് ഇഞ്ചത്തൊട്ടി സെൻറ്റ് മേരീസ് ചർച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഇടാൻ വേണ്ടി ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെയുള്ള ഫ്രണ്ടിലേക്കുള്ള വഴിയാണ് പോകേണ്ടത് ഇനി. അപ്പോൾ ഈ ഒരു ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമ്മുടെ മൂന്നാറിൽ നിന്നാണെങ്കിൽ 60 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ ഭൂതത്താൻകെട്ട് അണക്കെട്ടുമായിട്ട് വരുന്ന ഡിസ്റ്റൻസ് വരുന്നത് 11 കിലോമീറ്ററാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുവാരത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തൂക്കുവാരത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അമ്മരതേ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മളത് ഈ കാണുന്നതാണ് നമ്മുടെ തൂക്കുവാരത്തിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇഞ്ചത്തൊട്ടി തൂക്കുവാരത്തിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ്. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ കയറാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ തൂക്കുപാലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ചുറ്റും നല്ല അടിപൊളി വ്യൂ ആണ്. കൊള്ളാല്ലേ? അതാണ് നമുക്ക് സെൻറ്ററിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ചെറിയൊരു ആട്ടം ഉണ്ട് അല്ലേടാ? ആട്ടം ഉണ്ട്. നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ പെരിയാറിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. പെരിയാറിൻ്റെ വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത്. കലങ്ങി കിടക്കുവാണ്, കാരണം മഴയൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് മൊത്തം കലക്ക വെള്ളമാണ് കേട്ടോ.
പിന്നെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ലെങ്ത് വരുന്നത് 183 മീറ്ററാണ് കേട്ടോ. വിഡ്ത്ത് ആണെങ്കിൽ 1.2 മീറ്ററാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ തൂക്കോലം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ടീ, സ്നാക്സ്, ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് കിട്ടുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ശരിക്കും കയാക്കിങ്ങും കൂടെ ഉള്ളതാണ്. അപ്പോൾ കയാക്കിങ് ഇപ്പോൾ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വെള്ളം കുറവായതുകൊണ്ട് ഇവിടെ കയാക്കിങ് ഇപ്പോൾ ഇല്ല. പെർ ഹെഡ് 100 രൂപയാണ് വരുന്നത്. 1 മണിക്കൂറിന് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക് കയാക്കിങ്ങിന് വരുന്നത്. കോതമംഗലത്തു നിന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരുന്നൊരു വഴിയുണ്ട്. കോതമംഗലം നേര്യമംഗലം പോകുന്ന വേറൊരു വഴി കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാമെന്നാണ് കേട്ടോ. ഇനി വരുമ്പോൾ കയാക്കിംഗ് ഉള്ള ടൈം എന്ന് പറഞ്ഞു. കയാക്കിംഗ് ഉള്ള ടൈമിൽ അതുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അതെ, മഴയുള്ള ടൈമിൽ വന്നു കഴിഞ്ഞാൽ അതെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത്, വെറൈറ്റി പേരാണല്ലേ. ഇവിടെ ഒരു മുന്നറിയിപ്പിൻ്റെ ബോർഡുണ്ട് കേട്ടോ. ഒരേ സമയത്ത് 40 പേര് കൂടുതൽ കയറുന്ന എഴുതി വെച്ചത്. കയറിയാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ചിലപ്പോൾ പാലം പൊട്ടി താഴോട്ട് പോകും, ചിലപ്പോൾ വെള്ളത്തിൽ നിന്ന് വീഴും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ തൂക്കുപാലം കൊള്ളാമല്ലേ? തൂക്കുപാലം അടിപൊളി. ഞാൻ കാലത്ത് തന്നെ അതെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൈബായിരിക്കും. അതുപോലെ നമ്മുടെ കയാക്കിങ്ങൊക്കെ ആണെങ്കിലും മഴയൊക്കെ ഉള്ള സമയത്ത് വന്നിട്ടേ കാര്യമുള്ളൂ. അതെ, ഇപ്പോഴത്തെ സമയത്ത് വരുവാണെങ്കിൽ തൂക്കുപാലം മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വരുന്ന വഴിക്കത്തെ കാഴ്ചകൾ നല്ല രസമുണ്ട്. നല്ല 2 റൂട്ടുണ്ട്. അതെ, 2 വഴിയുണ്ട്. പക്ഷെ നമ്മൾ വന്ന വഴിയാണ് ആ ഒരു സീനറി ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ. മറ്റേ ഇത്ര ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. അപ്പോൾ എന്നാലും നമുക്ക് ഇഞ്ചത്തൊട്ടിയിൽ നിന്ന് തിരിച്ചു പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം വന്ന വഴിക്ക് നമ്മൾ നിർത്തിയൊരു തോടിലായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ആ തോടിൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു 1 ഡേ ട്രിപ്പ് പോകാനുള്ള ഒരു സ്ഥലം ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നിർത്താമെന്ന് വെച്ചു. കാരണം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, വൈബുള്ള സ്ഥലമാണ്. ഇതെന്നാണല്ലോ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അല്ലേ? നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ? ഈ തോട്ടിലെ കിടക്കുന്ന കല്ലുകൾ വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ഒരു രസമില്ല. ചെറിയ കിളികളുടെ സൗണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഉള്ളൂ, വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അടിപൊളിയാണ്. എടാ, അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. 1 ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അല്ലേ? അതെ. പോലെ സ്ഥലം കൊള്ളാം, അടിപൊളി. സിദ്ധാർത്ഥേ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി സ്ഥലം. നൈസല്ലേ? ഇവിടെ പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അതെ. ഫ്രണ്ട്സ്, അപ്പോൾ എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്നാലും ഒരു ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കാണാനുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് തൂക്കുപാലത്തിൽ കയറാം. അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ബൈ.